പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ആവർത്തിച്ച് വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഒരു വെല്ലുവിളിയോടെ ഏറ്റെടുക്കേണ്ട വചനമായത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, തിരുവചനത്തിന്റെ സത്യങ്ങൾ, അതിനകത്തെ ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയാണ് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോക ജീവിതത്തിൽ നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അത് രുചിച്ചറിയണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. യേശുവിന്റെ സ്നേഹം നല്ലതാണെന്ന് രുചിച്ചറിയണം. ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അവന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ, യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കണം. യേശുവിന്റെ സ്നേഹം നമ്മിൽ വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്പസ്വല്പ സ്നേഹമല്ല നമുക്ക് വേണ്ടിയത്, പൂർണ്ണ സ്നേഹമാണ് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവസ്നേഹം. 2, ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം. 3, ആ ദൈവസ്നേഹത്തിൽ ജീവിക്കണം. 4, ആ ദൈവസ്നേഹം വർദ്ധിക്കണം. അത് അല്പസ്വല്പമല്ല, പൂർണ്ണമായിട്ട് പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. രക്തജയം. സ്നേഹമെന്ന് പറയുന്ന അനുഗ്രഹത്തോളം വലിയ അനുഗ്രഹത്തെ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, നമ്മുടെ കാതുകൊണ്ട് കേൾക്കാനും കഴിയത്തില്ല, നമുക്ക് തൊട്ടറിയുവാനും രുചിച്ചറിയുവാനും കഴിയത്തില്ല. ദൈവസ്നേഹത്തോളം വലുത് വേറെ ഒന്നുമില്ല. ഏറ്റവും അതാണ് നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. സംശയം തോന്നും. കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവർക്കാകട്ടോ, അല്ല ഞങ്ങൾക്ക് പരാജയമുണ്ട്, ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്, ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്, യേശുവിന്റെ കൂടെ നടക്കുന്നവരുണ്ട്, യേശുവിന്റെ ആരാധകരാണ്, ദൈവസഭയുടെ ഭാഗമാണ്, ഞങ്ങൾക്ക് പരാജയമാണല്ലോ എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് യേശു ക്രിസ്തുവിനെ ആമി സ്നേഹിക്കുന്നവർക്ക്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന. എങ്ങനെ സാധിക്കും? ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്ക് ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ആമേൻ അവരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം, മാതൃക എന്നൊക്കെ പറയുന്നത്. രക്തജയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്തോറും അവൻ നമ്മുടെ മേൽ കൃപകൾ പെരുകിക്കൊണ്ടിരിക്കും. കർത്താവിനെ സ്നേഹിക്കുന്തോറും നമ്മുടെ കൃപകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൃപ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൃപ വർദ്ധിക്കാൻ വേണ്ടി നാം ദൈവത്തെ സ്നേഹിക്കണം. ലോകത്തിൽ നാം ഒഴിവുള്ളവരാകണം. ലോകസ്നേഹം വിട്ട് ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മേൽ കൃപകൾ വർദ്ധിക്കുന്നത്. രക്തജയം. പ്രൈസ് ദി ലോർഡ്. കൃപ നിങ്ങൾക്ക് വർദ്ധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ജീവിതം ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നതോറും വിശുദ്ധ ജീവിതം നമുക്ക് നൽകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ഒരിക്കലും വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ ഹൃദയം എപ്പോഴും അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ ഹൃദയം, മനസ്സ് വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും. രക്തജയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരാജയമില്ല.
അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. സ്നേഹിക്കുന്നവരും കൃപകളെ തരും, വിശുദ്ധ ജീവിതം നൽകും. നിങ്ങൾക്ക് പോരാട്ട വേളകൾ കടന്നു വരുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ ശുശ്രൂഷിക്കും, രക്തം ചെയ്യും. മനുഷ്യനിലെ പോരാട്ടങ്ങളുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളും നിനക്കെതിരെ എഴുന്നേറ്റ് പോരാടിയാലും, ഹല്ലേലൂയ, സർവശക്തികളും നിനക്കെതിരെ ഒന്നിച്ച് പോരാടിയാലും, നീ ദൈവത്തെ സ്നേഹിക്കും തോറും ദൈവം ദൂതന്മാരെ അയച്ച് ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ദൈവം നിന്നെ പിടിവെക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന്. സങ്കീർത്തനം 16 തോന്നുന്നു, വായിച്ചത് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കും തോറും നിങ്ങൾക്കെതിരെ വലിയ സൈന്യം ഇറങ്ങിയാലും, ശത്രുവിന്റെ വലിയ സൈന്യം നിങ്ങൾക്ക് നേരെ വന്നാലും, പോരുകളും പോരാട്ടങ്ങളും വന്നാലും, വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും, തകർക്കുമെന്ന് പിശാച് പറയുമ്പോഴും, നിർമൂലമാക്കി കളയുമെന്ന്, ഇല്ലായ്മ ചെയ്യുമെന്ന് പിശാച് പറയുമ്പോൾ, ദൈവം നിങ്ങൾക്ക് സ്തോത്രം, ആമേൻ, നിങ്ങൾക്ക് ചുറ്റും പാളയും ഇറങ്ങും. അതാണ് യഹോവയുടെ ദൂതന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടിവിക്കുന്നു പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാകട്ടോ. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പരാജയമാണെന്ന് പറഞ്ഞിരിക്കാതെ, ജീവിതം തകർച്ചയാണ്, ദുഃഖമാണ്, സങ്കടമാണ്, കണ്ണുനീരാണ്, വേദനയാണ്, ആമയൊക്കെ പറഞ്ഞ് നീ പരാജിതരായി മാറാതെ രക്തം ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിച്ചവരാരും ഈ ലോകത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അവരെല്ലാം വിജയത്തിന്മേൽ വിജയം പ്രാപിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ പോരാട്ട വേളകളിൽ നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയണം, രക്തം ചെയ്യണം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം വളരെ പോരാട്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു, വെല്ലുവിളികൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അങ്ങനെ വെല്ലുവിളികളും പോരാട്ടങ്ങളും നിറയപ്പെട്ട നടുവിലാണ് പൗലോസ് പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഒരു വെല്ലുവിളിയോടെ പൗലോസ് പറയുക. അപ്പം ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര് എന്ന് നമുക്കിവിടെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 35 വാക്യം വായിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നവർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഏതാണ് ദൈവസ്നേഹത്തിൽ വേർതിരിക്കുന്നത്? പൗലോസ് പറയും, ഇതിനൊന്നും എന്നെ വേർതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയാം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാൾ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു മുഖാന്തരം പൗലോസ് ജീവിതത്തിൽ കഷ്ട സഹിക്കുന്നതോറും പൗലോസ് പറയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് പറയുക. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ശ്രോതാവേ? പൗലോസിനെ പോലെ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. നിങ്ങൾ പൗലോസിനെ പോലെ സാത്താനെ വെല്ലുവിളിക്കും, പിശാചിനെ വെല്ലുവിളിച്ച് ദൈവസ്നേഹത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ, റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന് എന്നെ ആർ വിടിവിക്കൂ എന്ന് പറഞ്ഞ പൗലോസ് റോമാലേഖനം 7:24 പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആര് വിടുവിക്കുമെന്ന് പൗലോസ് പറഞ്ഞ ആ പൗലോസ് റോമാലേഖനം 8:35 വന്നപ്പം ചോദിക്കുക, ദൈവസ്നേഹത്തിന് വേർതിരിക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. വെല്ലുവിളിക്കുകയാണ്, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കുമെന്ന് വെല്ലുവിളിക്കും. മരണത്തിന്റെ വേദനയിൽ ബന്ധനത്തിനകപ്പെട്ടപ്പോഴാണ് ആ വിടുതൽ, അല്ലെങ്കിൽ ആ നിലവിളി അവിടെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പൗലോസ് ഒരു വിമോചകനെ കണ്ടെത്തിയിരിക്കുക. പൗലോസിന്റെ ജീവിതയാത്രയിൽ വന്ന പ്രതിസന്ധികളുടെ നടുവിൽ താൻ വിമോചകനെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, എന്നെ ആര് അല്ലെങ്കിൽ തകർക്കാൻ കഴിയും? എന്നെ ആർക്ക് ഉടയ്ക്കുവാൻ കഴിയും? ദൈവസ്നേഹത്തെ എന്നെ ആർക്ക് പിന്തിരിപ്പിക്കാൻ കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ജീവിതത്തിൽ എന്ത് കഷ്ടനഷ്ട വേദന ദുഃഖങ്ങൾ വന്നാലും ദൈവസ്നേഹത്തിൽ നാം പിന്നോക്കം പോകരുത്. ദൈവസ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ശത്രുവിനെ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയും തോറും നിങ്ങൾ ആത്മാവിൽ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആത്മാവിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം എന്തായിരിക്കുന്നത്? സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ഒരു കാലത്ത് ക്രിസ്തുവിനെ വെറുത്ത അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സഭകളെ മുഴുവൻ നിർമൂലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാതിരുന്ന, യേശുക്രിസ്തുവിനെ വെറുത്ത, യേശുക്രിസ്തുവിന്റെ വചനത്തെ വിരോധമായി നിന്ന സുവിശേഷകർക്ക്, സത്യക്രിസ്ത്യാനികൾക്ക്, അഥവാ ക്രൈസ്തവ സമൂഹത്തിന് വിരോധമായി നിന്ന അല്ലെങ്കിൽ ജനത്തെ അവരെ നിർമൂലമാക്കിക്കൊണ്ടിരുന്ന പൗലോസ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിപ്പിക്കുവാനായി ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ വേണ്ടി, ക്രൈസ്തവരെ നിർമൂലമാക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാന പുരോഹിതന്റെ അടുക്കൽ ചെന്നും അനുവാദം വാങ്ങി, അധികാരപത്രം വാങ്ങി ഹല്ലേലൂയ, സ്തോത്രം, താൻ ദമസ്കോസ് വീതിയിൽ വെച്ച് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ മാർഗക്കാരെ മുഴുവൻ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് കൊന്നുകളയാൻ വേണ്ടിയിട്ട് മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി പൗലോസ് ദമസ്കോസിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ദമസ്കോസിലെത്തിയപ്പോൾ യേശുവിന്റെ സന്ദർശനമുണ്ടായി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറയുക. അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സകലരെയും പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് തകർത്ത് കളയാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവൻ, അല്ലെങ്കിൽ അധികാരത്തോടുകൂടി ഇറങ്ങിയവനെ ദമസ്കോസ് പടിക്കുള്ളിൽ യേശു സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സ്നേഹം പൗലോസിലേക്ക് വന്നു. കാരണം അതുവരെ യേശുവിനെ വെറുത്ത പൗലോസ് ഇപ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുക. അപ്പൊ യേശു പൗലോസിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തുകയാണ്. അപ്പം ദൈവസ്നേഹം പൗലോസ് ഒരു വഴികാട്ടിയായി മാറി. അവന് വേണ്ടി സമർപ്പിച്ചു. ദൈവസ്നേഹത്തെ വേണ്ടി പൗലോസിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹം ദൈവം അവന്റെ മേൽ പകർന്നു. അതേ സ്നേഹിത, ദൈവസ്നേഹം നമ്മുടെ മേൽ നിറയണം. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തെ യഥാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ ക്രിസ്തു വിരോധിയായിരുന്ന, യേശുവിന് വിരോധിയായിരുന്ന, ക്രൈസ്തവ മാർഗത്തിന് വിരോധമായിരുന്ന പൗലോസിനെ ദൈവം സന്ദർശിച്ച് യേശുവിന്റെ സ്നേഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പൗലോസ് പൂർണ്ണമായിട്ടും ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടു. ആ സ്നേഹം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൽ യേശു പൗലോസിന്റെ ഹൃദയത്തിൽ നൽകി എന്ന് പറഞ്ഞ റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ്? നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് നമ്മിൽ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിനാണ് ഏറ്റവും വിലയുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിതൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ വസിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹത്തിൽ നിറയപ്പെടാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർക്ക് മാത്രമേ സ്നേഹത്തിലൂടെ സംസാരിക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ മാത്രമേ സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? സ്നേഹമെന്ന അനുഗ്രഹമാണ് വേണ്ടത്. സ്നേഹം എന്ന അനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നിങ്ങളുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും.
കഷ്ടതകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും പീഡകളും നിന്ദകളും കടങ്ങളും കടക്കണികളും ബാധ്യതകളും ഒക്കെ വരുമ്പോൾ, മരണകരമായ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിൽ തകരുമെന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയണം. അപ്പന്റെ 8 മക്കളിൽ 7 പേരും ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ 8ാമത്തവൻ, ഹല്ലേലൂയ, അവന് യാതൊരു വിലയുമില്ലാതെ, ഭവനത്തിൽ ഒരു സ്ഥാനമാനവും ഇല്ലാതെ, 8ാമത്തവന്റെ ജോലി ആടിനെ മേയ്ക്കലാണ്. അപ്പം അപ്പന്റെ 8 മക്കളിൽ 7 പേരും ഉന്നതമായ നിലയിൽ അപ്പനോടൊപ്പം കുടുംബത്തിൽ വസിക്കുമ്പോൾ, 8ാമനായിരിക്കുന്ന ദാവീദ് ആടുകളുമായി വനാന്തരത്തിലാണ്. കുടുംബത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ, സഹോദരങ്ങളെ സ്നേഹമില്ലാതെ ആടുകളെ മാത്രം നോക്കി പരിപാലിക്കുന്ന ദാവീദിനെ 23-ാം സംഗീതത്തിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദോട് പറയുന്നൊരു കാര്യമുണ്ട്: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ ചേർത്ത് പിടിക്കും. അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും, ബന്ധുമിത്രാദികളുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും, ദാവീദ് വനത്തിൽ, ഘോരമൃഗങ്ങളുള്ള വനത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. അതേ സ്നേഹിത, ദൈവം നിന്റെ ഇടയനായി കൂട്ടത്തിലുണ്ടെങ്കിൽ, നല്ല ഇടയനായി യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിനക്ക് ജയിക്കാൻ കഴിയും. ഭക്തൻ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥം ഭയപ്പെടുകയില്ലെന്ന് ദൈവസ്നേഹം ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ച ദാവീദ് പറയുക. രക്തം ചെയ്യും. നിങ്ങൾക്കും അങ്ങനെയുള്ള സ്നേഹം ഉണ്ടായിരിക്കണം കേട്ടോ. സ്നേഹിക്കണം, മറ്റുള്ളവർ സ്നേഹിക്കണം. ഹല്ലേലൂയ. പ്രതിഫലം നോക്കി ആരെയും സ്നേഹിക്കരുത്, മറ്റുള്ള നന്മ കണ്ട് സ്നേഹിക്കരുത്. ഹല്ലേലൂയ. പ്രതിഫലം നോക്കാതെ, മറ്റുള്ള നന്മ കാണാതെ, സ്വാർത്ഥത കാണാതെ, കാര്യസാധ്യതയ്ക്ക് വേണ്ടി സ്നേഹിക്കാതെ യേശു നൽകി തന്ന സ്നേഹമാണ് നമ്മുടെ മുന്നിൽ വെളിപ്പെടേണ്ടത്. യേശു സകലരെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഈ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ്, വിശുദ്ധിയുടെ വേഷങ്ങളൊക്കെ ധരിച്ച്, ചിരിക്കുന്ന മുഖമായിട്ടൊക്കെ നടന്നത് കൊണ്ടോ, സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടോ ഹല്ലേലൂയ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരണമെന്നില്ല. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. അതാണ് റോമലേഖനം 5:5 വായിച്ചത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് സ്നേഹത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. ആ സ്നേഹമാണ് നമ്മെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്നേഹത്തിൽ വളരണം, സ്നേഹത്തിൽ വസിക്കണം, സ്നേഹത്തിൽ നിലനിൽക്കണം, സ്നേഹത്തിൽ നടക്കണം, സ്നേഹത്തിൽ സംസാരിക്കണം. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളെ പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യങ്ങൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൽ 1 തൊട്ട് അല്ലെങ്കിൽ സ്തോത്രം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുമെന്ന് പൗലോസ് നമുക്ക് നൽകിത്തരുന്ന ദൈവിക ദൂതുകൾ, ആലോചനകൾ ഏറ്റെടുക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ ഫലമായ ആശ്വാസം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹമാണ്, ക്രിസ്തുവിനുള്ള സ്നേഹമാണ്. എന്തെങ്കിലും പ്രോത്സാഹനം നിങ്ങളിൽ ഉണ്ടാകാൻ ഉണ്ടാകാൻ ഇടയാകണം, ഹല്ലേലൂയ, എന്നതാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം. ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളവർക്ക് മാത്രമേ ആർദ്രതയും മനസ്സിലും ധാരാളമായി പകരാൻ കഴിയുള്ളൂ.
ഹല്ലേലൂയ. ആത്മാവിന്റെ കൂട്ടായ്മ നിന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹത്തോടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവജന മധ്യത്തിൽ ഇത് പ്രാവർത്തികമാകുമ്പോൾ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ കഴിയും. ആത്മാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെണ്ണാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് സഭയ്ക്കകത്ത് ജാതിപ്പോര്. നീ ഇന്ന ജാതിയല്ലേ, നീ ഇന്ന മതമല്ലേ, നീ ഇന്ന കുലമല്ലേ, ഇന്ന കുടുംബത്തിൽപ്പെട്ടവനല്ലേ, കറുത്തവനെയും വെളുത്തവനെയും മാറ്റി നിർത്തുന്നത്, പാരമ്പര്യം പറയുന്നത്, പണത്തിന്റെ, നിറത്തിന്റെ, സൗന്ദര്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അവന്റെ ഉള്ളിൽ ചെടിയ ആത്മാവ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സഹോദരനെ ചേർത്ത് പിടിക്കാൻ കഴിയും. മറ്റൊരുവനെ ശ്രേഷ്ഠനെന്ന് കാണുവാൻ കഴിയും. അവരെ ബഹുമാനിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് കറുത്തവർക്കൊരു പള്ളി, വെളുത്തവർക്കൊരു പള്ളി, കറുത്തവർക്കൊരു വാസ്, വെളുത്തവർക്കൊരു വാസ്. ഹല്ലേലൂയ. എല്ലാ വിഭാഗത്തിലും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവരൊന്നും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലില്ല, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നവരല്ല. അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതീയ വിദ്വേഷമാണ്, വിഷമാണ്. ജാതി വിഷം സഭയിൽ കലർത്തുന്ന ആണലി വൃക്ഷം നാവിന്മേലുള്ളവരാണ് ജാതി പറയുന്ന ക്രൈസ്തവർ എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ നിന്ന് ആണലി വിഷം പോലെ അവരുടെ നാവിന്മേൽ വിഷം നിൽക്കുക. അവരാ ജാതി പറഞ്ഞ് കലഹമുണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അതേസമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ നീ എല്ലാവരെയും സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് വരണം. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ജാതി നോക്കിയാണ് തന്റെ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊന്ന് ഈ വചനത്തിൽ നിലനിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. യേശു യഹൂദനെ മാത്രമാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമായിരുന്നില്ല. സർവ്വലോകത്തിലുള്ള സകല ജനത്തെ യേശു സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവസ്നേഹം വെളിപ്പെട്ട് കിട്ടിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിന്റെ ഉള്ളിൽ വരേണ്ടത്. ഹല്ലേലൂയ. അപ്പം സ്വതന്ത്രം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ശരീരത്തിന് ആകെ വേണ്ടത് ആത്മാവിന്റെ കൂട്ടായ്മയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നിന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ വേണ്ടിയത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആത്മാവിന്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആത്മാവിന്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ അവന് ആത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ദൈവം നൽകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും ആത്മാവിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുക. പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് സ്നേഹത്തിൽ വസിപ്പാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. സ്നേഹം ഇവിടുത്തെ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടത്തില്ല, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്നതല്ല സ്നേഹം. ഹല്ലേലൂയ. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാ. ആ ദൈവസ്നേഹമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ വേർപിരിക്കുന്നതാർ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവസ്നേഹത്തെ നമ്മെ വേർപിരിക്കാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ദൈവസ്നേഹത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ മറിയ സ്നേഹപൂർവം കർത്താവിന്റെ പാദത്തിലിരുന്ന് തന്നിൽ നിന്നും ആരും അപഹരിക്കാത്ത നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. മറിയ കർത്താവിനെ നന്നായിട്ട് സ്നേഹിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ നന്നായിട്ട് സ്നേഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന വത്സനം കേട്ട് ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നല്ല അംശം മറിയ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മറിയെപ്പോലെ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ആർക്കും അപഹരിച്ചെടുക്കാനാവാത്ത ദൈവസ്നേഹത്തിൽ നിന്ന് നിറയപ്പെടണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. കലക്കമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി, തമ്മിലടിച്ച് ജീവിതം വഷളത്തരത്തിലേക്ക് തള്ളിവിടാതെ
കുടുംബത്തിനകത്ത് സാത്താൻ കയറാതെ, ജീവിതത്തിൽ പിശാചി പ്രവർത്തിക്കാതെ, വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയും നിന്റെ മേൽ ആധിപത്യം പുലർത്താതെ, ഹല്ലേലൂയ, മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിന്റെ പാദപീഠത്തിലിരുന്നത് പോലെ നീയും നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിന്റെ പാദപീഠത്തിലിരിക്കണം. അല്ലേരി, അവിടെയാണ് ജയജീവിതം നയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് സന്തോഷ ജീവിതം നയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് സന്തുഷ്ട ജീവിതം നയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് ആത്മാവിന്റെ കൂട്ടായ്മയുള്ളത്. അല്ലേരി, അവിടെയാണ് കരുതലുള്ളത്, മനസ്സിലുള്ളത്, അവിടെയാണ് ബഹുമാനമുള്ളത്. രക്തം ചെയ്യും. വല്ലേരിയ. അതുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുക്കണം. പ്രൈസലോ. അപ്പൊ നിങ്ങൾ നല്ല അംശം തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനോടൊപ്പം വസിക്കണം. പ്രൈസലോ. പൗലോസ് പറയും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മെ സ്നേഹിച്ചവൻ ആരാ? യേശുവാ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഈ ലോകത്തിൽ നിന്നെ ആരും സ്നേഹിക്കാനില്ലായിരുന്നു. ലോകത്തിന്റെ സ്നേഹമെല്ലാം ഒരു നാടകം പോലെ അഭിനയമായിരുന്നു. ലോകത്തിന്റെ സ്നേഹമെല്ലാം സ്വാർത്ഥതയായിരുന്നു. ഹല്ലേലൂയ. എന്ന സ്വാർത്ഥതയില്ലാത്ത, അഭിനയമില്ലാത്ത യഥാർത്ഥ സ്നേഹം തന്ന് നിന്നെ സ്നേഹിച്ചത്, ദൈവത്തിന്റെ മകനാക്കി മാറ്റിയത്, മകളാക്കി മാറ്റിയത്, ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റി നിത്യജീവനെ എന്നൊക്കെ തന്നത്, സ്വർഗീയ പരദീസനക്ക് വെളിപ്പെടുത്തി തന്നത്, ജീവിതം എന്തെന്ന് വെളിപ്പെടുത്തി തന്നത്, മരണമെന്ന് മരണാനന്തര ജീവിതം എന്താണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നത് യേശുവിന്റെ സ്നേഹമാണ്. രക്താംശയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരണം. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സകലത്തെയും ജയിക്കാൻ കഴിയും. അല്ലേല്. അപ്പം മറിയ എഴുതിയ കർത്താവിന്റെ പാദപീഠത്തിലിരുന്നത് പോലെ നിങ്ങളും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് നല്ല അംശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. നല്ല അംശമായി ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങൾ തെരഞ്ഞെടുക്കണം. പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്ക് നിങ്ങൾ കാലൂന്നുമ്പോൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നല്ല അംശമായി യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. ആരോടും സംസാരിക്കുമ്പോൾ, എവിടെ വെച്ച് സംസാരിച്ചാലും, എപ്പോൾ സംസാരിച്ചാലും, ഏത് സാഹചര്യത്തിൽ സംസാരിച്ചാലും, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് സംസാരിക്കണം. രക്തം ചെയ്യും. സ്നേഹത്തിന് വളരെ വിലയുള്ളതാണ്. അത് ക്രൂശിൽ നമുക്ക് നൽകിയതാണ്. നല്ല എരിയ. ക്രൂശിലെ സ്നേഹമാണ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനകത്ത് സ്വാർത്ഥതയുണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. ക്രൂശിലെ സ്നേഹം കർത്താവ് തരുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തുവിൽ യാതൊരുവിധ സ്വാർത്ഥതയുമില്ലായിരുന്നു. അവരെല്ലാവരെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ക്രൂശിലെ സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. ആ സ്നേഹം സർവ്വലോകത്തിൽ സർവ്വജനത്തിന് ഒരുപോലെ ദൈവം നൽകിയ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വാർത്ഥതയില്ലാത്ത സ്നേഹം യേശുവിന്റെ സ്നേഹമാണ്. രക്തജയം. അപ്പൊ നിങ്ങള് സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹത്തിൽ നിങ്ങൾ അറിയപ്പെടണം. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിരുന്നത് പ്രാപിക്കണം. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഞാൻ ഈ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ അത് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. ക്രൂശിലെ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ളെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബം എന്നും ജയം പ്രാപിക്കും. ഒരിക്കലും നിന്റെ കുടുംബം പരാജയപ്പെടുത്തില്ല. പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. കാരണം ക്രൂശിലെ സ്നേഹം നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഉണ്ടായിരിക്കണം. സഭയുടെ ഇടയൻ, സഭയുടെ പുരോഹിതന് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരിക്കണം. സഭയിലെ പ്രതിപുരുഷന്മാർ, സഭയുടെ സെക്രട്ടറി, സഭയുടെ ട്രഷറർ, സഭയ്ക്കകത്തെ എല്ലാ വിശ്വാസികൾക്കും പരസ്പരം സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരിക്കണം. സ്വാർത്ഥതയുള്ള സ്നേഹമാണ് സഭ തകരുന്നത്. ആ സഭയ്ക്കകത്ത് ദൈവസാന്നിധ്യമില്ല, പരിശുദ്ധാത്മാവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സഭയ്ക്കകത്തും സ്വാർത്ഥതയില്ലാത്ത ക്രൂശിലെ സ്നേഹം, യേശുവിന്റെ സ്നേഹം ഉണ്ടായിരിക്കണം. രക്തജയം. സഭയിലും ഭവനത്തിലും ജീവിതത്തിലും അതുണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരാജയമില്ലാത്ത ജയകരമായ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നിന്റെ തലമുറയെ നശിപ്പിച്ച് കളയുവാൻ, നിന്റെ നന്മകളെ ഇല്ലാതിരിക്കും, നിന്റെ കുടുംബത്തിൽ കണ്ണുനീര് കൊണ്ടുവരാൻ സാത്താൻ പല പദ്ധതികളും ആവിഷ്കരിക്കും. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് ക്രൂശിലെ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൽ നിലനിന്ന് ശത്രുവിന്റെ പോരാട്ടങ്ങളെ ജയിക്കേണ്ടത്. ഹല്ലേലൂയ.
ശത്രുവിന്റെ പോരാട്ടങ്ങളെ ജയിക്കാനുള്ള കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. രക്തം ചെയ്യും ഉടനെ കേൾക്കുന്ന സ്നേഹിത, ദാനിയേലിന്റെ ജീവിതം ഒരു ജയകരമായ ജീവിതമായിരുന്നു. ദാനിയേലിന്റെ ജീവിതം എന്തായിരുന്നു? ജയകരമായ ജീവിതമായിരുന്നു എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മക്കളെ, ഇസ്രായേലത്തെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആമീൻ എബ്രായ ബാലന്മാരായിരുന്ന ശദ്രക്ക്, മേശക്കിനെ, അബീനോഹിനെ, അതുപോലെ ദാനിയേലും ഒക്കെ ആ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും ബാബേൽ പ്രവാസത്തിലാണെങ്കിലും അല്ലേലൂയ, ആമീൻ ശദ്രക്ക്, മേശക്ക്, അബീനോഹിന്റെ ജീവിതം, ദാനിയേലിന്റെ ജീവിതമൊക്കെ എന്ത് ചെയ്തു? ജയകരമായ ജീവിതമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാനിയേലിന്റെ ജീവിതം ഒരു ജയജീവിതമായിരുന്നു. അവൻ ബാബേൽ ആയിരുന്നപ്പോൾ പല രാജാക്കന്മാർ വരികയും പോവുകയും ചെയ്തു. ദാനിയേല് ബാബേലിൽ പ്രവാസിയായിരിക്കുമ്പോൾ പല രാജാക്കന്മാർ മാറി മാറി വന്നുപോയി. അതിലൊന്നാമത്തവൻ നെബൂഖദ്നേസർ, പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ബേൽശസ്സർ, അതിനുശേഷം ദാരിയാവേശ്, പാർസി രാജാവായ കോരെശ് എന്നിവർ ആമിലലിയെ ബാബേലിനെ ഭരിച്ചപ്പോഴും ഈ 4 രാജാക്കന്മാരുടെ വാഴ്ചയിലും അല്ലേലിയ കർത്താവിനെ സ്നേഹിച്ച ദാനിയേലിന്റെ ജീവിതം ശുഭകരമായിരുന്നു. അല്ലേലിയ. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്നാൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരെശിന്റെ വാഴ്ചയിലും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. അല്ലേലിയ. അത് രാജ്യങ്ങൾ ആര് മാറി മാറി ഭരിച്ചാലും, നെബൂഖദ്നേസർ ഭരിച്ചാലും, അവന്റെ മകനായിരുന്ന ബേൽശസ്സർ ഭരിച്ചാലും അല്ലേലിയ, ദാരിയാവേശും പാർസി രാജാവ് കോരെശ് ഭരിച്ചാലും അല്ലേലിയ, ദാനിയേലിന്റെ ജീവിതം ജയകരമായ ജീവിതമായിരുന്നു. ദാനിയേലിന്റെ ജീവിതം ശുഭകരമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദാനിയേലിനെ പോലെ അല്ലേലിയ ദൈവസ്നേഹത്തിൽ നിൽക്കണം. എന്താണ് ദാനിയേലിന്റെ ജീവിതം അങ്ങനെ ശുഭകരമായി മാറാൻ കാരണം? അല്ലേലൂയ. നമ്മൾ പഠിക്കുന്നു ദാനിയേൽ അല്ലേലൂയ, ദാനിയേലിന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുവാനായി എത്രയെത്ര പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചത്. എത്രയോ വിരോധികൾ, പ്രധാന ദേശാധിപതിമാരും എല്ലാം ദാനിയേലിന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലേലിയ. ദാനിയേലിന്റെ മേൽ കുറ്റം കണ്ടുപിടിച്ച് ദാനിയേലിനെ കുറ്റക്കാരനാക്കി മാറ്റി അവനെ എന്നേക്കുമായിട്ട് ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ ദാനിയേലിനെതിരെ പ്രധാന ദേശാധിപതിമാർ അടക്കം പല പദ്ധതികളും ആവിഷ്കരിച്ചപ്പോൾ അല്ലേലിയ, ദാനിയേൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവൻ ദിനംതോറും ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന മുട്ടിന്മേൽ നിന്ന് ചെയ്യുവാൻ തുടങ്ങി. അല്ലേലിയ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ അല്ലേലിയ യെരൂശലേമിനെതിരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. കണ്ടോ, ദാനിയേലിനെതിരെ വലിയ രേഖ എഴുതിയിരിക്കുക. ദാനിയേലിനെ അല്പസമയം കഴിയും സിംഹത്തിന്റെ കൂട്ടിലിട്ട് കളയും. അല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കും. ഇനി അവൻ ബാബേലിൽ തലപൊക്കത്തില്ല, ഞങ്ങൾക്ക് അധിപതിയായി ഇരിക്കത്തില്ല, അവനെ നിർമൂലം ചെയ്യുമെന്ന് ദാനിയേലിനെതിരെ രേഖ എഴുതി. അല്ലേലൂയ. അത് കേട്ടപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? അല്ലേലൂയ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിനക്കെതിരെ ശത്രു എന്തെല്ലാം രേഖ കൊണ്ടുവന്നാലും, നിന്റെ കുടുംബത്തിനെതിരെ എന്തെല്ലാം രേഖ കൊണ്ടുവന്നാലും, ഇനി നിനക്ക് നിന്റെ കുടുംബത്തിനെതിരെ എന്തെല്ലാം കള്ളക്കേസുകൾ കൊണ്ടുവന്നാലും, വ്യാജാരോപണങ്ങൾ കൊണ്ടുവന്നാലും, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പിശാച് പറയുമ്പോഴും ദാനിയേൽ ചെയ്തു വന്നതുപോലെ നിരന്തോറും നീ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ഒരു ജയകരമായ ജീവിതം നിനക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് ദാനിയേൽ അല്ലേലൂയ ഈ ജയിക്കാൻ കാരണം? ദാനിയേലിന് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു, ദൈവത്തിന് ദാനിയേലുള്ള സ്നേഹമായിരുന്നു. രണ്ടുപേരുടെ സ്നേഹം ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ സിംഹത്തിന്റെ കുഴിയിലും ദാനിയേലിനെ ദൈവം പിടിപ്പിച്ചു. അല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിലും ദാനിയേലിനെ ദൈവം പിടിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സോദരൻ, നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്നാൽ നിനക്കെതിരെ കടന്നു വരുന്ന എല്ലാ വെല്ലുവിളികളും ജയിക്കാൻ കഴിയും. അത് തീയുടെ മടങ്ങ് 7 വർദ്ധിപ്പിച്ചാലും ശദ്രക്ക്, മേശക്ക്, അബീനോഹിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ ദൂര സമഭൂമി നിർത്തിയിരിക്കുന്ന സ്വർണബിംബം, നെബൂഖദ്നേസറിന്റെ സ്വർണബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല, നമസ്കരിക്കത്തില്ല, അവയെ ഞങ്ങൾ പൂജിക്കത്തില്ല.
ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലില്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ സേവിക്കത്തില്ല. അല്ലെ, അത് പറയാൻ ശത്രുക്ക് മേശക്ക് അതിന് ചങ്കൂറ്റമുണ്ടായിരുന്നവരെ നീ ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ആ വ്യക്തിയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന യേശു ആ സ്നേഹത്തോടെ നിന്റെ രീതിയിൽ ഇറങ്ങി വന്ന് നിന്നെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ദാനിയേൽ എന്ത് ചെയ്തു? ദൈവസ്നേഹത്തെ നിറയിച്ചു. അപ്പം രാജാക്കന്മാരുടെ നിയമങ്ങളെ കുറിച്ച് അവൻ വിഷമിച്ചില്ല. ദാനിയേല് രാജാക്കന്മാരുടെ നിയമത്തെ കുറിച്ച് വിഷമിച്ചില്ല. സിംഹഗുഹയിലേക്ക് എറിയുവാൻ പോകുന്നതിനെ കുറിച്ച് വിഷമിച്ചില്ല. കർത്താവ് സകല തിന്മയിൽ നിന്നും ദാനിയേലിനെ കാത്തു സൂക്ഷിച്ച് ശ്രേഷ്ഠനാക്കി. സകല തിന്മയിൽ നിന്നും സകല പോരിൽ നിന്നും ദാനിയേലിനെ ദൈവം ചെയ്തു വിടുവിച്ച് ശ്രേഷ്ഠനാക്കി മാറ്റി. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യം ജയകരമായി മാറും. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. നിന്റെ പരാജയത്തിലെ ദൈവം മാറ്റിത്തരും. കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും. കാരണം നമ്മുടെ കണ്ണുനീരൊപ്പുന്നവൻ യേശുവാ. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ യേശുവാ. നിന്റെ കണ്ണുനീരൊപ്പം നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതെ, തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് ജയത്തിന്മേൽ ജയം നൽകി നിങ്ങളെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് ജയത്തിന്മേൽ ജയം നൽകാൻ പോവുകയാണ്. നിന്റെ പ്രതിസന്ധികൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. നിന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കഷ്ടതയെ മാറ്റാൻ പോവുകയാണ്. നിന്റെ സങ്കടങ്ങൾക്ക് ദൈവം ആർത്തി വരാൻ പോവുകയാണ്. ഇനി നീ കരയാതിരിക്കുവാൻ അവൻ എന്നേക്കുമായി നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മഹത്വത്തിന്മേൽ മഹത്വം ഈ ഒരു ജീവിതം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് ജയകരമായ ജീവിതം. നിങ്ങളുടെ ശത്രുക്കൾക്കാകെ അവൻ നിങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. അല്ലേരിയ ദാനിയേലിന്റെ ശത്രുക്കൾ കാണെ അല്ലേരിയ ദാനിയേലിന് വിരുന്നൊരുക്കി കൊടുത്തൊരു ദൈവം. ദാവീദ് പറയുന്നത് എന്റെ ശത്രുക്കൾക്കാണെങ്കിൽ എന്റെ ശത്രുക്കൾക്കാണ് നീ എനിക്ക് വിരുന്നൊരുക്കുന്ന. ദാവീദ് പറഞ്ഞ പോലെ തന്നെ ദാനിയേലിന്റെ ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്ന ദൈവം. അല്ലേരിയ. അത് ജീവിതത്തിന്റെ ഏത് മേഖലയിലും നിന്റെ ശത്രുക്ക് മുമ്പാകെ നീ ലജ്ജിച്ചു പോകാതെ നിന്റെ ശത്രുക്കൾക്ക് മുമ്പാകെ തല ഉയർത്തി നിൽപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തരും. അല്ലേരിയ. ആ ഒരു അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇനി നീ കരയണ്ട, ഇനി നീ ദുഃഖിക്കണ്ട, ഇനി നീ ഭാരപ്പെടണ്ട. ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ നിറയട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം പൂർണ്ണമായി നിന്റെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ആമേൻ, സകല പോരാട്ട വേളകളുടെ നടുവിലും ദൈവം ദൂതന്മാരെ നിനക്ക് സഹായത്തിനായി അയക്കും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ കഷ്ടം മാറാൻ പോകുക, നിന്റെ കണ്ണുനീര് മാറാൻ പോകുക, നിന്റെ വേദനകൾ മാറാൻ പോകുക. നീ അനുഭവിക്കുന്ന ചില മഹാവ്യാധിയിൽ നിന്ന് ദൈവം നിനക്ക് സൗഖ്യം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ശാപങ്ങളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന അന്ധകാരത്തെ ദൈവം നീക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികളെ ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേശത്തിന്റെ ചില വരത്തുപൂക്ക് ശക്തികളെ ദൈവം നിർമൂലമാക്കിയിട്ട് നിന്റെ കുടുംബത്തെ ദൈവം ദേശത്ത് മാനിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ നിനക്ക് നൽകപ്പെട്ടിയ സ്നേഹത്തിൽ നീ നിറഞ്ഞു വസിക്കണം. രക്തം ചെയ്യും. യേശുവിന്റെ സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ എനിക്ക് സ്നേഹിക്കുന്നതാണ്, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കണം. ജയകരമായ ജീവിതത്തിന്റെ ഉടമയായി മാറണം. പൗലോസ് ഹല്ലേലൂയ നമ്മുടെ ഈ വചനമൊക്കെ പറയാൻ കാരണമായി തീരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ വർണ്ണിച്ച് പല ഭാഗത്തും എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വളരെ അനുഗ്രഹമായി നമുക്ക് തീർന്നിട്ടുമുണ്ട്. അങ്ങനെ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്, ഹല്ലേലൂയ സ്തോത്രം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അല്ലെങ്കിൽ 1-2 വാക്യം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഹല്ലേലൂയ. കർത്താവ് പറയാണ് സ്നേഹത്തിൽ നടപ്പിൻ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്നേഹത്തിൽ വസിക്കാൻ. ഇന്ന് നിങ്ങളോട് പറയാം സ്നേഹത്തിൽ നടപ്പിൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമ്മൾ അനുകരിക്കണം. കർത്താവ് സൗരഭ്യവാസനയെ യാഗമായി മാറിയതുപോലെ നമ്മളും കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയെ യാഗമായി അനുദിനം കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നടക്കണം.
ഹല്ലേലൂയ. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചു. നാം അന്യോന്യം ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ അനുകാരികളാകും എന്ന് പൗലോസ് പറയുക. ദൈവം ക്ഷമിച്ചു, നാമും ക്ഷമിക്കണമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ച് പോരിക്കുന്നുവെന്ന് 2 പത്രോസ് 2:21 കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിതാവ് സൽഗുണപൂർത്തി ഉള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർത്തി ഉള്ളവരായിരിക്കണം. നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ ആയിരിക്കണമെന്ന് വചനം പറയുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 48 വായിച്ചാൽ കാണാൻ കഴിയും. മക്കൾ കുടുംബത്തിന്റെ മാന്യത നിലനിർത്തണം. ഹല്ലേലൂയ. മക്കൾ കുടുംബത്തിന്റെ മാന്യത നിലനിർത്തണം. ഹല്ലേലൂയ. ഈ മക്കൾ കുടുംബത്തിന്റെ മാന്യത നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പനമ്മമാര് മക്കളെ പോറ്റി വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഒരു +2 ഒക്കെ കഴിയുമ്പോഴത്തേനും മറ്റു പുരുഷന്മാരുടെ കൂടെ ഇന്നലെ കണ്ട പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി ഓടുന്നതല്ല കേട്ടോ. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പനെ അമ്മയെ അനുസരിക്കാതെ മക്കൾ ഇഷ്ടമുള്ളവരെ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ കണ്ടുപിടിച്ചിറങ്ങി ഓടുകയാണ്. പിന്നെ അവരുടെ ജീവിതം കണ്ണുനീര കട്ടപ്പുകയെന്നൊക്കെ പറയത്തില്ലേ, പല ജീവിതങ്ങളും അങ്ങനെ. അവിടെ മക്കൾ കുടുംബത്തിന്റെ അന്തസ്, കുടുംബത്തിന്റെ മാന്യത നിലനിർത്തണം. ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ പിതാവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. നമുക്ക് അവനെയാണ് സ്നേഹിക്കേണ്ടത്, അവന്റെ സ്നേഹമാണ് വേണ്ടത്. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ മാതാപിതാക്കളും മക്കളും ഒക്കെ കുടുംബത്തിന്റെ മാന്യത നിലനിർത്തി പോകണം. ഇറങ്ങി ഓടരുത്. ഹല്ലേലൂയ. ഇറങ്ങി ഓടിപ്പോകരുത്. അബ്രഹാമിന്റെ അരികിൽ ഇസ്ഹാക്ക് ഇറങ്ങി ഓടിപ്പോയില്ല. അബ്രഹാമിന് പ്രായമായിട്ടും അവനൊരു പെണ്ണിനെ എടുക്കാൻ വേണ്ടിയിട്ട് തക്കതായ തുണை കണ്ടെത്താൻ വേണ്ടി അബ്രഹാം എലിയാസറിനെ അയച്ചു. ഹല്ലേലൂയ. ഇസ്ഹാക്ക് അബ്രഹാമിന് കീഴ്പ്പെട്ടിരുന്ന പോലെ എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിട്ട് മറ്റു പുരുഷന്റെ കൂടെ നീ ഇറങ്ങി ഓടരുത്. നിന്നെ 10-18 വയസ്സ് വരെ പോറ്റി പുലർത്തി വളർത്തിയെടുത്ത് നിനക്ക് തിന്മാതന്ന വിദ്യാഭ്യാസം തന്ന് വസ്ത്രം വാങ്ങിത്തന്ന് നിന്നെ സ്നേഹിച്ച് ജീവന തുല്യമായി നിന്നെ കൊണ്ടു നടന്ന് നിന്നെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ വിട്ട് നീ ഓടിപ്പോകരുത് മറ്റ് പുരുഷന്മാരുടെ കൂടെ. ഇന്നലെ തന്ന സ്നേഹത്തിന്റെ പിന്നാലെ പോകുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. ക്രൂശിൽ നിനക്ക് പകർന്ന സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിച്ച് കുടുംബത്തിന്റെ മാന്യത നിലനിർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. വെല്ലുവിളിയോടെ ഏറ്റെടുക്കണം ദൈവസ്നേഹം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പൗലോസിനെ പോലെ നമുക്ക് ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയട്ടെ. പൗലോസ് ഈർച്ചവാളാൽ അറക്കപ്പെടുന്നിടം വരെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നതുപോലെ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നിങ്ങൾ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം. രക്തജയം, മാന്യത, കുടുംബത്തിന്റെ മാന്യത ദൈവസ്നേഹത്തിൽ നിലനിർത്തണം. ഹല്ലേലൂയ. കണ്ണുകളുടെ ചാട്ട് ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളും സങ്കടങ്ങളുമായി കടന്നു പോകുന്ന, ജീവിതം പരാജയപ്പെട്ടു പോകുന്നവരുടെ ഉള്ളിലെ ഇന്ന് ദൈവസ്നേഹം നിറയപ്പെടട്ടെ. നിന്റെ കുടുംബത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ, പൂർണ്ണ ദൈവസ്നേഹത്തിൽ നീ ആയിത്തീരുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ എല്ലാ കെട്ടുകളും വഴി നീ വിടുവിക്കപ്പെടും. കണ്ണുകളുടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് കരുണ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്ത് കൂടുതൽ ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളുടെ 800 കോടിയിലധികം ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണത്തിൽപ്പെടാത്ത ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിൽ വാർത്തയ്ക്കുന്ന രാവിലെ വൃത്തരസന യാതൊരു റോഡിനെ തടവറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കും. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളിൽ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖലയെ ഭരിക്കുന്നവരെ, ജനത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലിലും ആകാശമാർഗം വാനൂടി വാനത്തിൽ യാത്രയും സെയിൽസ് ചെയ്യുന്ന കടലോര വാസികളെ, തീരദേശവാസികളെ, അല്ലെങ്കിൽ സഹോദരത്തെ മത്സ്യത്തിനെ കടന്നു പോയിരിക്കുന്നവരെ, കനികളും കമ്പനിയും ഫാക്ടറി ജോലി ചെയ്യുന്നവരെ, കർത്താവ് കരസേന വ്യോമസേന നാവികസേനാധികാരികൾ, കർത്തൃത്വങ്ങൾ കാക്കുന്ന CRPF, ക്രമസമാധാന ലേഖസേന വിഭാഗങ്ങളെ, കർത്താവ് സൗദങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് ക്രമസമാധാന പാലയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലേറിയ പോലീസിന്റെ വിവിധ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വലുത് ചെറുതുമായ എല്ലാ വ്യവസായ വ്യാപാരികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരി, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലായിരിക്കുന്നവർ, അല്ലേറിയ കർത്താവ് സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലെ ബാങ്ക് മേഖലയിലായിരിക്കുന്നവർക്കായി, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്തെ സകല ടാക്സ് ഓട്ടർ സർവീസിനെയും, മത സാമൂഹിക സംസ്കാര സംഘടന, ചരക്ക്, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ അടക്കമുള്ള
എല്ലാ ഫലദോഷ മാറ്റുകളെ ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിക്കും. ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. കർത്താവ് ദാരിദ്ര്യത്തിൽ കിടന്നു, രോഗത്തിൽ കിടന്നു, മഹാവ്യാധിയിൽ കിടന്നു, ഭവനമില്ലാത്ത തലമുറയില്ലാത്ത വിവാഹത്തിൽ നിൽക്കുന്നവർ, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരെ, വാർദ്ധക്യ സഹജവാസങ്ങൾ ഭാരപ്പെടുന്നവരെ, എല്ലാത്തെയും പിടികൾ ശാപത്തിലും പാപത്തിലും രോഗത്തിലും ബന്ധത്തിലും മദ്യത്തിലും മയക്ക് ബാധിച്ചില്ല ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ വിടുവിക്കപ്പെട്ട് മടങ്ങുവാൻ ദൈവസ്നേഹത്തിൽ നിറയുവാൻ, തീവ്രവാദ ഭീകരവാദ വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്ന ലേറിയ ഭരണവിദ്വേഷ പാർട്ടിയിൽ രക്തശുചിയുള്ള സ്ഥാനമാനങ്ങൾക്ക് അധികാരങ്ങൾക്ക് വേണ്ടി മൽപ്പെടുത്തുന്ന ദൈവാഗ്രഹികളും മമ്പ് പറയുന്നവരും എല്ലാ കർത്തമാവി കൊള്ള പലിശക്കാരെ എല്ലാ കരിച്ചേർത്ത് പുഴുത്തുക അനുമതിക്കാരെ കൈക്കൂലിക്കാരെ ഒക്കെ ദൈവം സന്ദർശിക്കുന്നതായി ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന ലേറിയ ദേശത്ത് വിദേശത്തും ജോലിക്കായി കടന്ന് പഠിക്കുന്നവർ, അവിടെ ആയിരിക്കുന്നവർ ദേശത്ത് കഷ്ടസഹിക്ക് വേദന കടന്നു നാട്ടിൽ കടന്നവരുടെ ഭാരം വിസ നഷ്ടപ്പെട്ട കാലാവധി കഴിഞ്ഞവർ, വിസ ഒതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, മണരാജ്യ വേദന വിദേശ കഷ്ടസഹിയുടെ സൗകര്യമാർ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതൽ വഹിക്കണമേ. ഹല്ലേലൂയ. സമാധാനത്തിലേക്ക് ജനം മടങ്ങുന്നത് ആത്മാവിന്റെ കൂട്ടായ്മയിൽ, ആത്മാവിന്റെ സ്നേഹത്തിൽ ജനം വളരുവാൻ കർത്താവിന്റെ സ്നേഹം ജനത്തിന് നിലനിർത്താനായി പ്രാർത്ഥിക്കുന്നു. സകല കുടുംബ ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ കഴിയട്ടെ. എല്ലാ വരുത്തുമുഖ ശക്തി, വ്യാഭിചാര, മന്ത്രവാദം കൂടാതെ സകല സൂദ്ര ശക്തികളുടെ കയ്യിൽ നിന്നും ജനം പിടിപ്പിക്കപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിറയപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.